ഹലോ. ഹലോ. ആ, മീനും കൊണ്ട് വന്നിട്ടില്ലേ? ഞാൻ മീനും കൊണ്ട് വന്നിന്. എനിക്ക് മീൻ കൊണ്ടാറിനോട് പിന്നെ ഞാൻ വേറെ വിളിക്കാൻ പോയി. ഞാ ആ. ഉം. അതെന്താ മീൻ വേണ്ടാന്ന് പറഞ്ഞേ? നീ മിഞ്ഞാന്ന് കൊണ്ട് തന്ന മീനില്ലേ, ആ. അത് കൈമ പിടിച്ചത് ഇങ്ങനെ വഴുതി വഴുതി കളിക്കുന്നു. മീന് കൈമ പിടിച്ച വഴുതി കളിക്കുന്നു. എനിക്ക് ഓർമ്മയില്ല ഏതാ മീനെന്ന്. മീന്. അയോ അയോ ഒരു ഉരുണ്ട സൈസ് മീനില്ലേ, ആ എനിക്ക് ആ അത് ഞാൻ മുറിക്കാനും പറ്റുന്നില്ല. കൈമന്ന് ഇങ്ങനെ വഴുതി വഴുതി കഴിഞ്ഞിട്ട് പിന്നെ അതെനിക്ക് മുറിച്ചിട്ട് കറി വെക്കാനും തോന്നുന്നില്ല. അതെന്താ നല്ല മീനല്ലേ ഇത്? അത് എനിക്ക് കൈമ പിടിച്ചതല്ലേ, ആ. ഏതോ എന്തോ ഒരു സാധനം പിടിച്ച പോലെ എനിക്ക് തോന്നുന്നു. അത് ശരി. ഇപ്പൊ മനസ്സിൽ എന്തോ ഒരു സാധനത്തിന്റെ ചിന്തയുള്ളതുകൊണ്ടല്ലേ? അതെന്ത് സാധനം നീ തോന്നി എനിക്ക്? ഒരു സാധനം. അത് അത് ആ സാധനത്തിന്റെ പേര് പറ, എന്ത് സാധനേനു? എനിക്ക് അങ്ങനെ തോന്നാൻ മാത്രം, അതിന് മാത്രം വഴുക്കലുണ്ട് ആ മീനിന്? പിന്നെ അത് കൈമ പിടിച്ചപ്പോ അത് ഉരുണ്ട സൈസല്ലേ നീ കൊണ്ട തന്നത്. നീ അതെ എന്തോ അതെ. മനസ്സിൽ വിചാരിച്ചിട്ടില്ലേ എനിക്കത് കൊണ്ട തന്നത്. ഞാനൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടില്ല. ആ മീന് പുറമേക്ക് വഴുക്കലുണ്ടെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാ. നീ വായിൽ വെച്ച് കഴിച്ചു നോക്കണം. വായിലല്ലാണ്ട് പിന്നെ അത് കറി വെച്ചിട്ടില്ല എനിക്ക് ഞാൻ. പിന്നെന്താ ഇത്? എനക്ക് മനസ്സിൽ എന്തോ ഒരു ഇതുപോലെ അത്. മനസ്സിൽ എന്തോ ഇതുപോലെയാ. നിങ്ങൾ എന്നാ താത്ത ഈ പറയുന്നത്? നല്ല നല്ല മീനൊന്നും കാണാഞ്ഞിട്ടില്ലേ? നിങ്ങൾ ഈ വഴുക്കലുള്ള മീന് കയ്യിൽ പിടിക്കുന്നതുകൊണ്ടല്ലേ ഇതങ്ങനെ തോന്നിയത്? ഉം. അല്ല, എന്തിനാ ഈ കൈ പിടിക്കുന്നത്? നീ ഒഴിച്ച് എനക്ക് അങ്ങനെ ഒരു സാധനം കൈമ തന്നീ. ഏ, അത് അത് കുറെ മുമ്പല്ലേ? എന്നിട്ട് ശരിക്കും പിടിച്ചിട്ടില്ലല്ലോ. അതിന് പക്ഷെ അത്രക്കൊക്കെ വഴുക്കലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓർമ്മ എനിക്ക് വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മതി, ഉം. ഇനി ഈ മീന് കറി വെച്ചാലും കൂട്ടാൻ ഉം. പറ്റൂല. വിചാരിച്ച് കെട്ടിവന്റെ മീന് കയ്യിൽ പിടിച്ചിട്ടാണ് ഈ മീനിന് അങ്ങനെ തോന്നിയത്. എന്നാലും അത്രക്ക് വഴുക്കലൊന്നും ഉണ്ടാവില്ലല്ലോ. കെട്ടിയോൻ കൊണ്ടുവരുന്ന മീൻ നീ തരുന്ന മീനില്ലേ, ഉം. ഇത്ര വഴുക്കലില്ല, കുറവാ. അത് എവിടെ വഴുക്കലുണ്ടാകണ്ടേ? നിങ്ങളെ കെട്ടിവന്റെ വഴുക്കെല്ലാം പോയിട്ടുണ്ടാവും, അതുകൊണ്ടാവും. ഉം. നല്ല മീനാണെങ്കിൽ നല്ല വഴുക്കലെല്ലാം ഉണ്ടാവും കേട്ടാ. അത് നല്ല മുറുക്കെ പിടിച്ച് കട്ട് ചെയ്ത് കറി വെക്കുക, എന്നിട്ട് അങ്ങ് വായിലോട്ട് വെച്ച് കഴിക്കുക എന്നുള്ളതാണ്. ഉം. ഉം. അല്ല, എന്നിട്ട് ഇങ്ങനെ ഉം. വഴുക്കല് കൂടുതല് നിന്റെ മീനിന്. എന്റെ മീനിന് വഴുക്കൽ കൂടുതലാ. അതെല്ലാരും മീനിനും വഴുക്കലുണ്ടാവും. ഒന്നാമത്തില് മീനിന്റെ മടയിലോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ മീനെ കൈയോടെ പിടിച്ചാൽ നല്ല ഒഴുക്കലായിരിക്കും. ഉം. മനസ്സിലായോ? ഉണ്ടായിരിക്കും അല്ലേ. ഉം. അതാണ് ഈ മീനിന് വഴുക്കൽ വരുന്നത്. അല്ല, ഉം. നീ ഇതേത് മടയെന്നാ പിടിച്ച് തന്നേ എനക്ക്? ഞാന് ഒരു മടയൊന്നും പിടിച്ചതല്ല. അല്ല, നിങ്ങളിനി ആ മീനിനെ വേറെ വല്ല മടയിലോട്ടും കയറ്റിയിട്ടാണോ പിടിച്ചത്? ഇല്ലേ. അല്ല. ഉം. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ സൈഡില് അധികം മുള്ളൊന്നുമില്ലാതെ മീനാ, അപ്പോ ഏത് മടയിലോട്ടും കയറും അത്. ആ, അങ്ങനെ വല്ലതും ഉണ്ടോ? മനസ്സിലായി. അത് അല്ലാതെ എങ്ങനെ മീനിന് ഇത്ര വഴുക്കൽ വരണ്ടേ? അത് നീ തരുമ്പേ അങ്ങനെ തന്നെയാണ്. അത് ശരി. ഞാൻ ഏത് മടയിൽ കയറ്റിയിട്ടാണ് നിങ്ങൾക്ക് തരണ്ടേ? പിന്നെ നിങ്ങളെ മടയിലോട്ടെങ്കിലും കയറണ്ടേ? ഉം. അത് നിങ്ങൾ സമ്മതിക്കില്ല. അല്ല, ഇന്ന് എങ്ങനെയുള്ള മീനാണ് കൊണ്ടുവന്നത്? ഇന്നധികം വഴുക്കലൊന്നുമില്ല. ഇന്ന് നല്ല പരന്ന മീനാ കൊണ്ടുവന്നത്. ഓ, അനക്ക് തരുന്നോണ്ടായിരിക്കും അല്ലേ, തരാതുകൊണ്ട്. അന്ന് പരന്നത് അല്ല, ഇന്ന് കൊണ്ടുവന്നത്. ആ പരന്നത് കൊണ്ടുവന്നത്. പരന്നത് കൊണ്ടുവന്നത് നല്ല പരന്ന് നല്ല അപ്പം പോലെ ഇരുന്നൊരു മീനായിരുന്നു. കരിമീനാ? പിന്നെ അങ്ങനെയും പറയും അതിന്. ഏ? കരിമീനും ഉണ്ടായിരുന്നു, നല്ല നെയ്മീനും ഉണ്ടായിരുന്നു. നല്ല മുള്ളെല്ലാം ഇങ്ങനെ എടുത്ത് തിന്ന പോലത്തെ. മുള്ളധികം എടുത്തു നിന്നിട്ടൊന്നുമില്ല. മുള്ളില്ലേ? മുള്ളുണ്ട്, ശ്രമിച്ചാൽ ഇങ്ങനെ എടുത്ത് നിൽക്കും മുള്ള്. അങ്ങനത്തെ മീനായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടല്ലോ. അതിന്റെ മേലെ പുളി ഉണ്ടാവൂലല്ലേ? ഉം. ചെറിയ തുള്ളിയൊക്കെ ഉണ്ട്. ചെറുമ്പല്. അതൊരു
അതുണ്ട്. അത് നല്ലതല്ലേ. ഉം. നല്ല നിനക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും. ഉം. അപ്പൊ പിന്നെ ഞാൻ ഒരു കാര്യം പറയും. നാളെ ഉം. കൊണ്ടു തരുമ്പോ നല്ല ഉം. ഇത് ഉരുണ്ടതായാലും സാരമില്ല. ഒഴുക്കലില്ലാത്തതാ. വഴുക്കലില്ലാത്തത് കൊണ്ട് തരണം കേട്ടാ. ഞാൻ എന്തിങ്ങനെ എടുക്കുക? നല്ല നെയ്മീൻ ആയാലും ഒരു ഇടത്തരം. അല്ല, എന്റെ കയ്യിൽ പിടിക്കേണ്ടിയല്ലേ. ഈ തന്നെ പിടിക്കണം എന്നാലും പറഞ്ഞ കയ്യിൽ പിടിച്ചാലല്ലേ ഇത് മുറിക്കാൻ പറ്റൂ. നമുക്ക് കൈ പിടിക്കാണ്ട് നേരെ ചട്ടിയിലോട്ടങ്ങ് വെച്ചാലോ. ഉം. കൈ പിടിക്കണ്ടല്ലോ. എന്നാല് ഉം. നീ ഇത് മുറിച്ചിട്ട് കൊണ്ടുതരേണ്ടി വരും. മുറിച്ചിട്ട് കൊണ്ടുതരണം. ചട്ടിയിലോട്ട് വെച്ചിട്ട്. മുറിച്ചിട്ട് കൊണ്ടാകുന്ന പിന്നെ നേരെ വായിലിട്ട് വെച്ചാൽ പോരെ. കുറച്ച് ഉപ്പും പുളിയും മുളകെല്ലാം പുരട്ടിയിട്ട് കൊണ്ടുതരാം. ആ, പിന്നെ ചട്ടിയിലും വെക്കണ്ട, നേരെ വായിൽ വെച്ചാൽ മതി. അതാ നല്ലത് അല്ലേ. ഉം. അപ്പൊ നീ ഇങ്ങനെ ആർക്കും വേറെ ആർക്കും ഇങ്ങനെ കൊടുക്കില്ല? ഇങ്ങനത്തെ വേറെ ആയിരിക്കും കൊടുക്കണ്ടേ? അല്ല, എനക്ക് മാത്രമേ ചെയ്തു. അല്ലേ ഇങ്ങനത്തെ മീനെല്ലാം ഭയങ്കര ഇഷ്ടം. ഇഷ്ടം തന്നെയാണ്. പിന്നെന്താ? ഉം. പിന്നെന്താ? എങ്കില് ഇത്ര വഴുക്കല് വേണ്ടേന്ന്. അത് ചിലപ്പോ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, ഇത്ര വഴുക്കല് വേണ്ടിയിരുന്നു. അന്നേ എനിക്ക് നല്ല വഴുക്കലായി പോയി. ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് മീനൊന്നെടുത്ത് കയ്യിൽ പിടിക്കാൻ പറഞ്ഞാലും എന്നിട്ട് പറഞ്ഞു എന്തൊരു വണ്ണമുള്ള മീനാന്ന് പറഞ്ഞാൽ അത്രയും വണ്ണമുള്ള മീനാണ്. എൻ്റെ അടുത്തുള്ള മീന് നല്ല വണ്ണമുള്ള മീനാണ്. എനക്കറിയില്ലേ, നീ തരുന്നതെല്ലാം നല്ല വലിപ്പം കൂടുതലുള്ള മീനല്ലേ. മീന് മാത്രല്ല, എൻ്റെ അടുത്ത് വേറൊരു ഉഗ്രൻ മീനുണ്ട്. അത് ഒരിക്കൽ ഞാൻ തരട്ടെ ചോദിച്ചിട്ട് താത്ത വിടുന്നില്ലെന്ന് വരെ. അല്ല, ഇക്കാനടിക്കുള്ളതെല്ലാം ഇല്ലേ, ചെറുതാ. ഞാൻ പറഞ്ഞേ താത്തൻ്റെ ഇക്കാൻ്റെ അടുത്തുള്ള മീനാണ് ചെറുതായിരിക്കും. അല്ല, നിന്റെ പൈസ കുറയല്ല തരാതെ. ഞാൻ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതിന് പൈസയും വേണം. ഞാനിപ്പത്തിന് പോകുന്നു. അല്ല, ഞാൻ വിചാരിച്ചു നീ വെറുതെ തരുന്നതാണല്ലേ. അങ്ങനെ തരാൻ പറ്റുമോ? വെറുതെ തരണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വെറുതെ ഇങ്ങോട്ടും തരണം. ഈ മീൻ മേടിക്കാൻ വരുമ്പോ കുലുക്കി എന്തിനാ നടന്നിട്ട് വരുന്നു? ഇത് എന്റെ ഇതേ അങ്ങനെ പ്രകൃതവും ഇതൊന്നുമല്ല, കുലുക്കി വരുന്നതാണ്. കാരണം മീന് എൻ്റെ കൂട്ടുകാർ തുള്ളി പുറത്തേക്ക് വരും കേട്ടോ നേരം. അല്ല, ഇന്ന മീന് ഞാൻ തൊടുമ്പോ ഉണ്ടെങ്കിൽ ഇങ്ങനെ മറ്റേ വടക്കുന്ന് അതിന് എപ്പോ പിടിച്ചപ്പാടുള്ളതാ. എപ്പോ മീന് പിടിച്ചപ്പാടുള്ളതല്ല, ജീവനുള്ള മീൻ വണ്ടിക്കാൻ കൊണ്ടുതരാം. അത് തൊടുമ്പോ ഇങ്ങനെ തുള്ളി കളിക്കും. അങ്ങനത്തെ മീൻ വേണം. ഞാൻ മിഞ്ഞാന്ന് നീ വന്നപ്പോ തൊട്ടയിലുണ്ട്, അതിങ്ങനെ തുള്ളി കളിക്കുന്നു. തൊട്ട മീനായിരിക്കും താത്ത. ജീവനുള്ള മീനുണ്ട് വേണം. തന്നാലും മോശമല്ലേ. തൊടുന്നതിന് മുന്നേ തന്നെ തൊടും. അതെന്താ? അങ്ങനെയുള്ള മീനൊക്കെ ഉണ്ട്. തുള്ളി ചട്ടിയിലോട്ട് കയറും. അങ്ങനത്തെ മീൻ. എന്നാ പിന്നെ നീ നാളെ എനക്കത് കൊണ്ടെത്താ. നാളെ കൊണ്ടെത്താന്ന് പറഞ്ഞാല് താത്ത പറഞ്ഞാലേ തരുള്ളൂ. തൊടുന്നതിന് മുന്നേ തുള്ളി ചട്ടി കയറും. അങ്ങനത്തെ മീൻ വേണോ? വേണമെന്നുണ്ട്. നീ തരുമെങ്കിൽ നാളെ വാ. ഞാൻ തരും, പക്ഷേ താത്ത മേടിക്കണം. മേടിച്ചാലേ തരൂ. ഞാൻ മേടിക്കാന്ന് പറഞ്ഞില്ലേ. നാളെ വന്നാല് ഞാൻ ഉറപ്പായിട്ടും വാങ്ങും. അല്ല, ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ നാളെ. അപ്പൊ പിന്നെ അതുകൊണ്ടല്ലേ. അങ്ങനെ പറ. എന്നാ പിന്നെ ഞാൻ ഇത് ഇന്ന് വൈകുന്നേരം കൊണ്ട് തരണോ? നാളെയല്ലേ അല്ലേ? നാളെയേ വേണ്ടു. നാളെ വന്നാ മതി. രാവിലെ വരൂലേ? രാവിലെ കൊണ്ടുതരും.
ആ അപ്പൊ രാവിലെ നീ കുറച്ച് നേരത്തെ വന്നാല് ഞാൻ മീൻ വാങ്ങും. നേരത്തെ ഞാൻ നോക്കട്ടെ നേരം മറ്റുള്ളവർക്കെല്ലാം കൂടുതൽ മീൻ ബാക്കിയപ്പോ ഉണ്ടാക്കാം കറക്റ്റ് സമയത്ത് വന്നാൽ പോയി സാധാരണ വരുന്ന സമയത്ത് എത്തുള്ളൂ ആ സമയത്ത് വന്നാൽ പോരെ എന്നിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം ആ എന്നാ പിന്നെ